ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൊടും ക്രൂരതയെയാണ്. ഹമാസ് അടക്കം നിരവധി സംഘടനകൾ ഇതിനെതിരെ പ്രതിരോധിച്ചു നോക്കിയെങ്കിലും ആക്രമണം അതിന്റെ എല്ലാ അതിർവരമ്പുകളെയും ഖണ്ഡിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടെ ഗാസയിൽ വംശഹത്യക്കിടയിൽ വെടിനിർത്തൽ ചർച്ച തുടരുന്നതിൽ അർത്ഥമില്ലെന്നും എല്ലാം തകർന്നപ്പോഴും ഫലസ്തീനികൾ അന്തസ്സോടുകൂടി നിലനിന്നുവെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയാണ്. ലോകം നിശബ്ദതയുടെയും ചതിയുടെയും ഇരുട്ടിലേക്ക് വീണപ്പോഴും നിങ്ങൾ അന്തസ്സോടുകൂടി നിന്നു. ത്യാഗങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇടയിൽ നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന വിശ്വാസത്തെ അവഗണിക്കില്ല. ഫലസ്തീനികളെയും അവരുടെ ദുരിതങ്ങളെയും രക്തത്തെയും വിലപേശാൻ ഉപയോഗിക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ല. ഗാസയിൽ നിന്നും പിന്മാറണമെന്നാണ് ഇസ്രയേലി സൈനിക മേധാവി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള എല്ലാതരം ബന്ധങ്ങളും ഒഴിവാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി. മാത്രമല്ല, അയൽ രാജ്യങ്ങളിലെ ജനങ്ങൾ കരമാർഗവും കടൽ മാർഗവും ഫലസ്തീനിലേക്ക് മാർച്ച് ചെയ്യണം. ഗാസ അറബികളുടെ ബഹുമാനത്തിനും ഇസ്ലാമിന്റെ ആത്മാവിനും വേണ്ടിയാണ് വിളിക്കുന്നത്. അതിന് വാക്കുകൾ മാത്രമല്ല, പ്രവർത്തനവും ആവശ്യമാണ്. ഇന്നത്തെ നിശബ്ദത നിസ്സഹായതയല്ല, അത് വംശഹത്യയിലെ പങ്കാളിത്തമാണ്. അധിനിവേശത്തിനെതിരെ ജനങ്ങളെ നയിക്കാൻ പണ്ഡിതന്മാരോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ഉണ്ടായി. അതിനിടെ ഗാസയിൽ അധിനിവേശം തുടരുന്ന ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് അൻസാറുള്ള പറയുന്നത്. ഇസ്രയേലിലെ തുറമുഖങ്ങളുമായി ബന്ധപ്പെടുന്ന കപ്പലുകളെ അവയുടെ ദേശീയതയും ലക്ഷ്യവും നോക്കാതെ തടയുമെന്ന് അൻസാറുള്ള സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകളിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളും അന്താരാഷ്ട്ര സമൂഹവും മൗനം പാലിക്കുന്നതിനാലാണ് ആക്രമണങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇസ്രയേലിലെ തുറമുഖങ്ങളുമായി ബന്ധപ്പെടുന്ന കപ്പലുകൾ തങ്ങളുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിലെത്തിയാൽ ആക്രമിക്കുമെന്ന് യഹിയ സാരി പറയുന്നുണ്ട്. എന്നാൽ ഗാസയ്ക്കെതിരായ ഉപരോധവും ആക്രമണം നിർത്തിയാൽ ഉടൻ തങ്ങളുടെ ആക്രമണങ്ങളും നിർത്തുമെന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതേസമയം ഗാസ അടക്കമുള്ള 3 കേന്ദ്രങ്ങളിലേക്ക് ഭക്ഷണം ലഭിച്ചു തുടങ്ങി എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് അൽ മവാസി, ദൈറുൽ ബലാഹ്, ഗാസ സിറ്റി എന്നിവിടങ്ങളിൽ ദിവസേന 10 മണിക്കൂർ ആക്രമണം നിർത്തിവെക്കുമെന്ന് ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗാസയിൽ പട്ടിണി മരണം കൂടിയതോടുകൂടി രാജ്യാന്തര സമ്മർദ്ദം ശക്തമായിരുന്നു. ഇതോടെയാണ് ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനിടെ ഗാസയിലേക്ക് UAE-യും ജോർദാനും ആകാശമാർഗം ഭക്ഷ്യക്കിറ്റുകളും മരുന്നുകളും വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ ഈജിപ്തിൽ നിന്നും ഭക്ഷണവും മരുന്നുമായി ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയതായി AFP റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിനിടെ ആകാശമാർഗം ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാൻ ഇസ്രയേലും ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഞായറാഴ്ച പുലർച്ചെയും ഗാസയെ ഇസ്രയേൽ ആക്രമിച്ചുവെന്നും ആക്രമണങ്ങളിൽ 15 ഫലസ്തീനികൾ മരിച്ചു എന്നുള്ളതുമാണ് ആശങ്കാജനകമായ മറ്റൊരു കാര്യം.